ഗൈസ്, വെൽക്കം ടു ക്രിപ്റ്റോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമ്മൾ ലൈവ് വന്നതാണ്. ആ സിറ്റുവേഷനിൽ നിങ്ങളോട് സംസാരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. 2 ബില്യൺ മാർക്കറ്റ് ലിക്വിഡേറ്റ് ആവുക, ഈവൻ കോവിഡോ FTX ക്രാഷിൽ പോലും ഇത്രയും ലിക്വിഡേറ്റ് ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രീ പ്ലാൻഡ് ആണ്. കാരണം ക്രിപ്റ്റോയിൽ അത്രയും ഹൈപ്പ് വരുന്നുണ്ട്. ബിറ്റ് കോയിൻ റിസർവ് എന്തായാലും ഒരു അനൗൺസ്മെൻറ്റ് എന്തായാലും ഈ ഒരു ട്രംപിൻ്റെ കാലത്ത് ഉണ്ടാവും. പിന്നെ അത് തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് അതിനനുസരിച്ചുള്ള ക്രിപ്റ്റോ ഹൈക്ക് ഉണ്ടാകുന്നുണ്ട്. അല്ലാണ്ട് ഈ ട്രംപിൻ്റെ ടീമൊന്നും ഇങ്ങനെ ബിറ്റ് കോയിനൊന്നും വാങ്ങിയിടൂല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എല്ലാവരും റെഡിയായി നിൽക്കുമ്പോൾ എല്ലെണ്ണത്തിനെയും പുറത്താക്കാന്നുള്ള ആറ്റിറ്റ്യൂഡ്, വെയിൽസ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇന്നലെ. അത് ട്രേഡ് വാർ എന്ന് പറയുന്ന ജസ്റ്റ് US സ്റ്റാർട്ട് ചെയ്യുന്നു, മെക്സിക്കോയും ഇവിടെയും ഇമ്പോർട്ട് ചെയ്യുന്നതൊന്നും അത്ര ക്രിപ്റ്റോനെ ബാധിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. പക്ഷെ നമ്മളറിയാം, ഇതിനു മുമ്പും ഇതുപോലെ ഏതോ ഒരു ഇഷ്യൂ വരുമ്പോൾ എൻ്റെയർ ഔട്ട്സൈഡ് ക്രിപ്റ്റോനെ ബാധിക്കാത്തൊരു വിഷയം വരുമ്പോൾ പോലും ക്രിപ്റ്റോയെ വോളറ്റിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഓർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഫസ്റ്റ് റീട്രേസിൽ എങ്ങനെയെങ്കിലും ആൾക്കാരെ മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ലെഗപ്പിന് ശേഷമുള്ള പിന്നെ റീട്രേസിൽ ആൾക്കാർ ബൈ ചെയ്തോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇപ്രാവശ്യം ബൈ ചെയ്യരുത്, ഇപ്രാവശ്യം ഒരാളും ആ ഫീൽഡിലേക്ക് വരരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇനി ഒരു ലെഗപ്പ് കഴിഞ്ഞിട്ടുള്ള റീട്രേസ് വരുമ്പോൾ ഏകദേശം അങ്ങ് എത്തിയിട്ടുണ്ടാവും. പിന്നെ ബൈ ചെയ്താലും നമുക്ക് ബുക്ക് ചെയ്യാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്ന മുമ്പ് തന്നെ ബിയർ മാർക്കറ്റിലേക്ക് പോകുന്ന സെറ്റപ്പ് ചെയ്യുന്നതാണ്. ഇത് ഈ 48K കണ്ടു. ഞാനും ഇങ്ങനെ ഒരു ലെഗപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു, അതായത് ഒരു റീട്രേസ് ഉണ്ടാവുന്നു. പക്ഷെ അത് എത്രത്തോളം ആൾട്ടിനെ, ഈവൻ എത്തീരത്തിനെ 2000 മാറ്റും എന്നുള്ളത്, അത്രയും പവർഫുള്ളായ രീതിയിൽ ഇവർ ഡീൽ ചെയ്യും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറയാനേ ചെയ്യാം. ഈവൻ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലെ 2 3 4 സിഗ്നൽസ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരുമിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. അതും നല്ല 3x ആണ്. നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോയിൻസിൽ മാത്രമായിരുന്നു ഇട്ടത്. ഈവൻ സോള് മാത്രമാണ് പിടിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നമുക്ക് വീണ്ടും വീണ്ടും ഒരു പാഠം നൽകുകയാണ്. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇന്നൊരു കമൻ്റ് ഉണ്ട്, ഒരു കോൺഫിഡൻ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നല്ലോ. കോൺഫിഡൻ്റ് ഇല്ലായ്മയല്ല, ഇതൊക്കെ 96K എന്ന് പറയുന്ന ബുൾ ഫ്ലാഗിൻ്റെ അവിടെ റീടെസ്റ്റ് വരുന്നു, അവിടുന്ന് ഒരു വോളറ്റിലിറ്റി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇത് പക്ഷെ ആൾട്ടിനെ ബാധിച്ചതിൻ്റെ ഡെപ്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര പവർഫുള്ളാണ് ഈ വെയിൽസ് എന്നുള്ളതിൽ വീണ്ടും നമുക്ക് സൂചിപ്പിക്കുന്നതാണ്. നമ്മളെ പലപ്പോഴായിട്ട് ഒരു ബുൾ മാർക്കറ്റിലേക്ക്, ഉദാഹരണത്തിന് 60K നിന്ന് 48K വന്ന് ഒരു റാലിക്ക് മുമ്പ് മാക്സിമം ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയ സ്ഥിതിക്ക് കോൺഫിഡൻ്റാണ്. അതായത് ഈ അന്ന് 48K കിട്ടിയതോടുകൂടി നമുക്കൊരു സമാധാനം വന്നിരുന്നു. അതുപോലെ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയപ്പോൾ നമുക്ക് ഒരു സമാധാനം ഉണ്ടെന്ത്, മൂവ്മെൻറ്റ് പ്രീ പ്ലാൻഡാണ്. ഇങ്ങനെ ഒരു ലിക്വിഡേഷൻ നടത്തണമെങ്കിൽ മൂവ്മെൻറ്റ് പ്രീ പ്ലാൻഡ് ആണെന്ന് കൺഫേം ആണ്. എപ്പോഴും ഇങ്ങനെ, ഇപ്പം അന്ന് 89K വന്നപ്പോൾ 109K BTC വന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് നൽകിയ പാഠം എന്ന് പറയുന്നത്, ഇനിയും നമുക്കൊരു കറക്റ്റ് ഒരു ബുൾ മാർക്കറ്റ് ഫേസ് നോക്കുകയാണെങ്കിൽ ഒരു 8 മാസത്തോളം നമുക്ക് ഈ ബുൾ മാർക്കറ്റ് ഫേസ് ഉണ്ട്, മാക്സിമം ഒരു 6 മാസം. ഈ സമയത്തേന് നമ്മൾ മൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് ഇനി ഇങ്ങനെ ഒരു ക്രാഷപ്പിൽ നമ്മൾ പെടരുത്. അതുകൊണ്ട് നമ്മുടെ അക്യുമുലേഷൻ സെക്ഷൻ വളരെയധികം കെയർഫുള്ളായിട്ട്, അതായത് ഇത്തരം ഇപ്പോൾ ഉദാഹരണത്തിന് ഡോജ് 0.23 നമ്മൾ സംസാരിച്ചപ്പോൾ സമയത്ത് തന്നെ ഒരുപാട് ഏരിയകൾ പറഞ്ഞിരുന്നു. 0.33, 0.27, ലക്ക് ഉണ്ടെങ്കിൽ 0.23, അത് കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞിടത്താണ് നമുക്ക് ലാസ്റ്റ് 0.23 കിട്ടിയത്. ഇവിടുന്ന് നമ്മൾ ആരെങ്കിലും ബൈ ചെയ്യാൻ നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ അത്രയും ടെൻസ്ഡാണ്. പക്ഷെ ഇവിടുന്ന് ബൈ ചെയ്യുന്ന ടീമാണ് വെയിൽസ്. അവരിവിടുന്ന് ബൈ ചെയ്തിട്ട് പിന്നെ 0.48, 0.47, 0.5, അടുത്തൊരു 0.5 ബ്രേക്ക് ചെയ്യുമ്പോൾ അവർ കൂളായിട്ട് സെൽ ഓഫ് ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വേണം. ഇന്നത്തെ ഡേ നമ്മൾ ആ ഒരു അർത്ഥത്തിലാണ്. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നമുക്ക് മിസ്റ്റേക്ക് വന്നു, നമ്മൾ ലിവറേജ് ഹൈ ആക്കി. പ്രത്യേകിച്ച് ഇനിയുള്ള ഒരു 6-8 മാസത്തേക്ക് ലിവറേജ് ഹൈ എന്ന് ഈവൻ 3x വരെ പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് വോളറ്റിലിറ്റി ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ട്രേഡ്സ് പൊതുവേ എന്ത് ചെയ്യണം, ടോപ്പ് കോയിൻസിലേക്ക് മാത്രം. ബിറ്റ് കോയിൻ, എത്തീരിയം അല്ലെങ്കിൽ സൊളാന, XRP പോലുള്ള ടോപ്പ് കോയിൻസ്, അങ്ങനെയുള്ള ടോപ്പ് കോയിൻസിൽ മാത്രം ഫ്യൂച്ചർ ട്രേഡും ബാക്കി സ്പോട്ടിലേക്ക് മെയിനായിട്ട് ലക്ഷ്യം വെക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചില്ല, നിങ്ങളോട് പറഞ്ഞിരുന്ന ഇപ്പോൾ ഷിബ് ആയാലും ഡോജ് ആയാലും നമ്മുടെ ലിങ്ക് ആയാലും ഡോട്ട് ആയാലും ഏത് കോയിൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും ഡൗൺ ഏരിയയിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയയിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നുണ്ടോ?
യൂസ്ഫുൾ ആക്കുന്നില്ലെങ്കിൽ നമ്മൾ സെൽ ഓഫിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം. ഉദാഹരണത്തിന് BTC അന്ന് കോവിഡിൻ്റെ സമയത്ത് കുറഞ്ഞതിന് ശേഷം ഓൾ ടൈം അടിച്ച പോലെ ഹിസ്റ്ററി റിപ്പീറ്റേഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ബുൾ മാർക്കറ്റ് ഫേസിൽ ഇങ്ങനെയുള്ള പീരീഡുകൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കാണും. നമ്മുടെ ഈ സ്പോട്ട് അത് ഇനിയൊരു പ്രോഫിറ്റ് ഏരിയ. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്ന ഒരു ഏരിയ, നമുക്കിപ്പോൾ എത്ര $100 $200 ഇട്ടാലും ഒരു എയിം, നമ്മൾ ഈ ബുൾ മാർക്കറ്റിൽ ലക്ഷങ്ങൾ പ്രഭുക്കളാവാനുള്ളതല്ല, ഒരു പ്രോഫിറ്റബിളായ എയിം നമ്മുടെ മനസ്സിൽ എന്നും വേണം. നമുക്ക് എന്തായാലും കുറച്ച് നേരത്തെ തന്നെ, കാരണം ഈ ഒരു ഫേസ് ഓഫ് റീട്രേസിന് ശേഷം സെക്കൻഡ് ലെഗ് അപ്പ് ഉണ്ടായ വീണ്ടും റീട്രേസ്, തേർഡ് ഭയങ്കര ഫോമോ പീരീഡ് വരും. ആ ഫോമോ പീരീഡിൽ സമയത്തായിരിക്കണം നമ്മുടെ ബുക്കിങ്ങിൻ്റെ ഏരിയ. ഇനി അങ്ങോട്ട് ബൈയിങ്ങില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ ഫസ്റ്റ് റീട്രേസിൻ്റെ പീരീഡ് ഇങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും സെക്കൻഡ് ലെഗ് അപ്പ് വരാനുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ എന്തായാലും ഹിസ്റ്ററിയിൽ 12-8 ഹൈക്കാണ്. അപ്പോൾ ഈ ഒരു ഡിപ്പ് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഹൈക്ക് കയറ്റാനുള്ള പരിപാടിയായിരിക്കും. അതുകൊണ്ട് ലാസ്റ്റ് ടൈം ഇനി നമ്മൾ ആരും ബൈയിങ്ങിലേക്കില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് അടുത്ത ലെഗ് അപ്പ് മൂവ്മെൻറ്റ് കിട്ടി ഈ പറയുന്ന പല ലിക്വിഡേഷനും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അതിന് വേണ്ടി ചില മീം കോയിൻസുകൾ നമ്മൾ പബ്ലിക് പ്രീമിയത്തിൽ പറഞ്ഞ പോലെ അതിൻ്റെ റിട്ടേൺസ് നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. ആ രീതിയിലായിരിക്കണം നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് വന്ന മിസ്റ്റേക്കുകൾ ഓട്ടോമാറ്റിക്കലി ഒരു 2 ബില്യൺ വാഷ് ഔട്ട് ചെയ്യുന്നതിൽ നമ്മളെയും കുറച്ച് മെമ്പേഴ്സിൻ്റെ എമൗണ്ട് ഉണ്ട് എന്നുള്ളത് വിഷമമുണ്ടാകും. സാധാരണഗതിയിൽ ഇത്തരം ലിക്വിഡേഷൻ പോയിൻറ്റുകൾ നമ്മൾ പൊതുവേ ഇതാക്കേണ്ടതാണ്. പക്ഷേ ലാസ്റ്റ് ലെഗപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് കുലുക്കൽ എന്ന നിലയിൽ പലരും സ്റ്റോപ്പ് ലോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നു. അതും ഇവർ മനസ്സിലാക്കിയിട്ടാണ് ഡീൽ ചെയ്തത്. അപ്പോൾ അത്രയും പവർഫുള്ളാണ് ഈ ക്രിപ്റ്റോ മാർക്കറ്റ്. അത്രയും മണി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ വോളറ്റിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇനിയും അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് മിസ് ഔട്ടായി ഇതിൽ ലോസ് വന്നത് ഒരിക്കലും ഡൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ടുള്ള 6 മാസം അതിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സ്പോട്ടിലെങ്കിൽ സ്പോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ പല കോയിൻസുകളും നമുക്കറിയാം ഇത്തരം ലെഗപ്പിന് ശേഷം നല്ല 25, 30, 40, 50, 100% ഒക്കെ റിട്ടേൺസ് വരുന്നുണ്ട്. പല കോയിൻസും ഇപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ഡൗട്ടാണ് ആൾട്ട് സീസൺ. അങ്ങനെ ഡൗട്ട് അടിച്ച സമയത്താണ് നമ്മൾ 415 ബില്യൺ XRP $3 മുകളിലും അല്ലെങ്കിൽ ഈ സോള് 290 റേഞ്ചിലേക്ക് എത്തിയതും ഡോജ് 0.09 0.48 എത്തിയതും ഏത് കോയിനും അങ്ങനെ തന്നെയാണ് എത്തിയിട്ടുള്ളത്. എല്ലാ കോയിനും ഇത്രയും ഹൈക്ക് വന്നിട്ടുണ്ട്. ലിങ്ക് $9 അവിടെ നിന്ന് $25, $27 കയറിയിട്ടുണ്ട്. അങ്ങനെ പല കോയിൻസും ഈ CRO കയറിയിട്ടുണ്ട്. നമ്മളെ എല്ലാ കോയിൻസും നമ്മളെ ഈ പറയുന്ന 10x 1, 2, 3 കോയിൻസ്, ഈവൻ LTC വരെ 150 മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ലെഗപ്പുകൾ വന്നിട്ടുണ്ട്. അത് വരും. എന്തിനാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ലെഗപ്പ് വന്നാലേ ന്യൂബീസിനെ മാർക്കറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഈ വെയിൽസിൻ്റെ രീതി, ആൾട്ടിലേക്ക് മണി, BTCയിലേക്ക് മാത്രം മണി വന്നതുകൊണ്ടൊന്നും കുറേ ആൾക്കാർ മാർക്കറ്റിലേക്ക് സജീവമാവില്ല. മാർക്കറ്റിലേക്ക് സജീവമാണെങ്കിൽ ലോ ക്യാപ്പ് അല്ലെങ്കിൽ മീം കോയിൻസ് അല്ലെങ്കിൽ ടോപ്പ് കോയിൻസ് ഈ ആൾട്ട് കോയിനിലേക്ക് മണി വരണം. അത് അവർ ഇനിയും വരുത്തിച്ചുകൊണ്ടിരിക്കും. അത് നമ്മളിനി വരില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കരുത്. 2021 ഇതുപോലുള്ള മെസ്സേജുകൾ ഉണ്ടായ സമയത്താണ് ഒരു വലിയ ആൾട്ട് റാലി ഉണ്ടായത്. നമ്മൾ ഞെട്ടിക്കുന്നത്. ഇപ്പോൾ ഡോട്ടൊക്കെ ഇപ്പോൾ 4 നിൽക്കുന്ന സമയത്ത് അന്ന് എന്നിട്ട് ബ്രേക്ക് ചെയ്ത് 50 വരെ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കോയിൻസുകളിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലിപ്പോൾ ഈ സൂഷി എന്ന് പറയുന്ന കോയിനൊക്കെ $2, 2.3 അങ്ങനെ ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ലെഗപ്പിലേക്ക്. അതുകൊണ്ട് അത്തരം കോയിൻസുകളൊക്കെ ഗെയിൻ ഉണ്ട്. ഷിബ് എത്ര കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഏത് കോയിനായാലും അതിനനുസരിച്ചുള്ള ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് യൂസ്ഫുൾ ആക്കുന്നുണ്ടോ, നമ്മളത് എത്രത്തോളം നമ്മൾ ഇത്തരം സമയങ്ങളിൽ വെയിൽസ് വാങ്ങുന്ന സമയത്ത് നമ്മൾ സെൽ ഓഫ് ചെയ്യുകയാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഇവിടെയാണ് നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നത് ഇനിയും USDT, പ്രത്യേകിച്ച് USDT തന്നെ സ്റ്റോർ ചെയ്ത ഈ ക്രിപ്റ്റോ മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് തോന്നുന്നു. ഇന്നൊക്കെ $99 രൂപയ്ക്കാണ് USDT സെൽ ഓഫ് നടന്നത്. അതുകൊണ്ട് നമ്മൾ ഫീൽഡിൻ്റെ പല ഓപ്പർച്യൂണിറ്റികളും നമ്മൾ യൂസ്ഫുൾ ആക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സജീവമാവേണ്ട സമയം തന്നെയാണ്. കാരണം ഈ ലെഗപ്പിൽ നമ്മൾ മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വരും. 48K BTC ഉണ്ടായപ്പോൾ നമ്മൾ ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ 100K ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ അടുത്ത ലെഗപ്പിലേക്ക് അത്രയും ബില്യൺ മാർക്കറ്റ് ക്യാപ്പ്, 2 ബില്യൺ ഡൗൺ, ഹിസ്റ്ററിയിൽ ഇത്രയും ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആക്കണമെങ്കിൽ ഒരു വ്യക്തമായ പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട്. അത്രയും പേരെ ലിക്വിഡേറ്റ് ആക്കണമെങ്കിൽ ഇനിയും കുറച്ചൊന്ന് ഷോർട്ടിലേക്ക് ആൾക്കാരെ വേണമെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യപ്പെടാം, ഒരു ഹൈക്ക് ഉണ്ടായേക്കാം. ഇനി പറയുന്ന പോലെ അത്രയും ഷോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലോങ്ങിനെല്ലാം ലിക്വിഡേറ്റ് ആക്കിയതിന് ശേഷം മാർക്കറ്റിലേക്ക് ഒരുപാട് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടാവും.
അതിനെയും കൂടിയും ഒന്ന് ലിക്വിഡേറ്റ് ആക്കേണ്ട മൂവ്മെൻറ്റ് സാധാരണഗതിയിൽ മാർക്കറ്റിൽ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് പല ആൾട്ടിലും ഹെവി ഷോർട്ടിങ് നടന്നിട്ടുണ്ടാവും. ആ ഷോർട്ടിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവരെയും കൂടി ലിക്വിഡേറ്റ് ആക്കാണ്ടൊന്നും ഒരിക്കലും, അതുകൊണ്ട് തന്നെയാണ് എണ്ണ ഇടയ്ക്ക് 150 പോയി എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതും ലിക്വിഡേറ്റ് ആക്കും എന്നുള്ളത് കൺഫർമേഷൻ ഉണ്ട്. അത് കൺഫർമേറ്റഡ് ആണ്. കാരണം ഈ രീതിയിലാണ് ഇവർ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ കണ്ടിട്ടായിരിക്കണം മൂവ്മെൻറ്റ്. മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പ്രീമിയം മെമ്പേഴ്സിനോട് കഴിഞ്ഞ 3 സിഗ്നലിലുണ്ടായ ലോസ് റിക്കവർ ആക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ, പബ്ലിക് ഗ്രൂപ്പിലും ലിങ്ക് എന്നുള്ളത് അതിന് മുമ്പ് ലിങ്ക് ഇട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആയിരുന്നു. കഴിഞ്ഞ ലിങ്ക് നമുക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സിഗ്നൽ പബ്ലിക് ഗ്രൂപ്പിലേക്ക് ഇട്ട് അതിന് മുമ്പുള്ള ലിങ്കിലെ പ്രോഫിറ്റ് പലപ്പോഴും നമുക്ക് തോന്നുന്നു പബ്ലിക് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്ത ആദ്യത്തെ ലോസാണെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ഒരു 20ഓളം സിഗ്നലാണ് നമ്മൾ ടോട്ടലായിട്ട്, 20 പോരാ, അതിൻ്റെ മുകളിൽ സിഗ്നലുകൾ പബ്ലിക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് പബ്ലിക് ഗ്രൂപ്പ് തന്നെ ഒരു രാശി പോലെ എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനൊരു ഗെയിൻ ഉണ്ടാകലുണ്ട് എന്നുള്ളൊരു തോന്നൽ വരെ എനിക്ക് വന്നിന്. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആ ഒരു മിസ്റ്റേക്ക് എനിക്കും സംഭവിച്ചിട്ടുണ്ട്. ഈവൻ എനിക്കും ലോസ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് നമ്മൾക്ക് ഈ പറയുന്ന വെയിൽസിന് മുമ്പിൽ ഇത്രയും BTC ഇത്തീരം 2K വരെ എത്തിക്കാനുള്ള ആ ഒരു പവർഫുൾ, കാരണം ഈവൻ BTC 48K ഉണ്ടാകുമ്പോൾ ഉണ്ടായതാണ് ഈ 2K റേഞ്ച് എത്തീരത്തിൻ്റെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 91K വരെ അവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു പാഠമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ എത്തൂല എന്ന് വിചാരിക്കുന്ന പല പോയിന്റുകളും അത് എത്തിക്കാനും, നമ്മൾ 100K എത്തൂല എന്ന് വിചാരിച്ചെടുത്ത് 100K എത്തിക്കാനുള്ള പവർഫുൾ രീതിയിലേക്ക് ക്രിപ്റ്റോ മാർക്കറ്റ് ഒരൊറ്റ ന്യൂസ് മതി. ബിറ്റ്കോയിൻ റിസർവോ ഏതെങ്കിലും ഒരു അത് വരുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ട്രംപിന് അത്രയും ഹൈപ്പ് കൊടുത്തത്. അപ്പോൾ അതൊരു സൂണോർ ലേറ്റർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റുകൾ എന്തായാലും നൽകപ്പെടേണ്ടി വരും. ആ ഒരു പ്രത്യേകിച്ച് ഗ്യാരിനൊക്കെ മാറ്റി പുതിയ സെക്ക് വന്നതും അതിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് BTCക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വോളറ്റിലിറ്റി ഉണ്ടാവുന്നില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ന്യൂസ് സ്പ്രെഡ് വന്നു കഴിഞ്ഞാൽ അന്ന് 68 അല്ലെങ്കിൽ 64 ഒറ്റയടിക്ക് 100K പോലെ ഒരു ഹെവി ലോഡ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ബുൾ മാർക്കറ്റിൽ അങ്ങനെ എയിം ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അതുകൊണ്ട് ആ ഒരു സമയവും ഉണ്ട്. അതാണ് ഒരു ഫോമോ പീരീഡ് എത്താൻ ഇനിയും ടൈമും ഉണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം അപ്സൈഡ് പീരീഡ് വരുമ്പോൾ ഒരു 1.5 മാസത്തോളം പീരീഡ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഡിസംബറിന് മുമ്പ് നവംബർ ഫുൾ മന്ത് നമുക്ക് അപ്സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മന്ത് എന്തായാലും അപ്സൈഡ് സൈഡിൽ ഉണ്ടാകുന്ന സമയത്ത് പല കോയിൻസും എന്തായാലും അത്യാവശ്യം ഗെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു പ്രോഫിറ്റബിൾ പീരീഡ് മാത്രം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന ലോസുകൾ കൂളായിട്ട് റിക്കവർ ആക്കാൻ പറ്റും എന്നുള്ളത് തന്നെ കോൺഫിഡൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാകുന്ന സ്പോട്ട് എല്ലാം ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പബ്ലിക് ഗ്രൂപ്പിലാണ് ഉണ്ടായ ലോസിൽ വേണ്ട സിഗ്നലുകളിലൂടെ തന്നെ ആ ഒരു ലോസ് റിക്കവർ ആക്കുമെന്ന് തന്നെ ഞാൻ പറയുന്നു. നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോസോ കാര്യങ്ങളോ എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ബൈ.